Hello everyone, welcome back to another video of MCQ series season 2 of Literature Academy. കേരള സെറ്റ് എക്സാം 2022 ജൂലൈയിൽ നടക്കാൻ വേണ്ടി പോകുന്ന എക്സാമിനോടനുബന്ധിച്ച് നമ്മൾ സ്പെഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന MCQ സീരീസ് സീസൺ 2 ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ലിറ്ററേച്ചർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സ് ആരംഭിച്ച വിവരം സന്തോഷപൂർവ്വം എല്ലാവരെയും അറിയിക്കുന്നു. മുഴുവൻ സിലബസ് കവർ ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, ഓരോ യൂണിറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മോക്ക് എക്സാം, 120 ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഫൈനൽ മോഡൽ എക്സാം ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ഡിസ്കഷൻ വീഡിയോസ്, ഇത്രയും ഫീച്ചേഴ്സാണ് നമ്മുടെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ലിറ്ററേച്ചർ അക്കാദമിയെ കോൺടാക്റ്റ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് വരാം. യൂണിറ്റ് 5 ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ലാംഗ്വേജ് ആൻഡ് ലിംഗ്വിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യൂണിറ്റ് 5മായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് യൂണിറ്റ് 5 ബേസ് ചെയ്ത് വന്നിട്ടുള്ള വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ബെവൂൾഫ് വാസ് റിട്ടൺ ഇൻ ഡാഷ് ഡയലക്റ്റ്: മെർസിയൻ, വെസ്റ്റ് സാക്സൺ, കെൻറ്റിഷ്, നോർത്താംബ്രിയൻ. The right answer is വെസ്റ്റ് സാക്സൺ. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് ബെവൂൾഫ്. അൺനോൺ ഓതർ ആരാണെന്ന് അറിയപ്പെടാത്ത ഒരു വർക്കാണ്. ബെവൂൾഫ് എഴുതിയിട്ടുള്ളത് ഏത് ഡയലക്റ്റിലാണ് എന്നാണ് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് വെസ്റ്റ് സാക്സൺ. ക്വസ്റ്റ്യൻ നമ്പർ 12. വിച്ച് എമംഗ് ആർ ദി ഡയലക്ട്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ്? നമ്മൾ ഓൾഡ് ഇംഗ്ലീഷിലെ ഒരു ഡയലക്റ്റിനെ പറ്റി തൊട്ട് മുൻപേ പറഞ്ഞു. മിഡിൽ ഇംഗ്ലീഷിലെ ഡയലക്ട്സ് ഏതൊക്കെയാണ് എന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ മെർസിയൻ, നോർത്താംബ്രിയൻ, നോർത്തേൺ. ഓപ്ഷൻ ബി വെസ്റ്റ് സാക്സൺ, കെൻറ്റിഷ്, ഈസ്റ്റ് മിഡ്ലാൻഡ്. ഓപ്ഷൻ സി നോർത്തേൺ, ദ മിഡ്ലാൻഡ്, ദ സതേൺ. ഓപ്ഷൻ ഡി കെൻറ്റിഷ്, മിഡ്ലാൻഡ് ആൻഡ് മെർസിയൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി നോർത്തേൺ, ദ മിഡ്ലാൻഡ്, ദ സതേൺ. ദീസ് ആർ ദി ഡയലക്ട്സ് ഓഫ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. Question number 13. Identify a word from French language which is common in usage. ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാംഗ്വേജസ് മറ്റ് പല ലാംഗ്വേജിൽ നിന്നും, ഒരുപാട് വേർഡ്സ് മറ്റ് പല ലാംഗ്വേജസിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ലോൺ വേർഡ്സ് എന്നാണ് ആ വേർഡ്സ് അറിയപ്പെടുന്നത് തന്നെ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്ലാസിക്കൽ ലാംഗ്വേജസിൽ നിന്നും, ഇപ്പോൾ ലാറ്റിൻ, ഗ്രീക്ക് പോലുള്ള ലാംഗ്വേജ്, അതുപോലെ ഫ്രഞ്ച് ലാംഗ്വേജ്, അതിൽ നിന്നൊക്കെ ഒരുപാട് വാക്കുകൾ കടമെടുത്തിട്ടുണ്ട്. അതിന് കാരണം ഇംഗ്ലീഷ് പീപ്പിൾ, ഇംഗ്ലണ്ട് മറ്റ് പല കൾച്ചറുമായിട്ടും പല ആളുകളുമായിട്ടും കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. താഴെ പറയുന്നതിൽ ഏതാണ് ഫ്രഞ്ച് ലാംഗ്വേജിൽ നിന്നും വന്നിട്ടുള്ള ഒരു ടേം എന്നാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ ഓക്സ്, ഓപ്ഷൻ ബി കാഫ്, ഓപ്ഷൻ സി ഷീപ്പ്, ഓപ്ഷൻ ഡി ബീഫ്. The right answer is option D, beef. Question number 14. The term dash refers to words and expressions affectedly borrowed from the classical languages. Options: Latinate, Inkhorn, Cobbler, Wheat. The right answer is option B, Inkhorn. നോക്കൂ, ഇവിടെ ക്ലാസിക്കൽ ലാംഗ്വേജസിൽ നിന്നും വളരെ കൃത്രിമമായിട്ട് അല്ലെങ്കിൽ ഒരു ഷോ ഓഫിന് വേണ്ടി ബോറോ ചെയ്ത് യൂസ് ചെയ്യുന്ന വേർഡ്സിന് പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദ റൈറ്റ് ആൻസർ ഈസ് ഇങ്ക്ഹോൺ. ക്വസ്റ്റ്യൻ നമ്പർ 15. ഡാഷ് ഹാഡ് ട്രാൻസ്ലേറ്റഡ് ദ ബൈബിൾ ഇൻ 1535. നമ്മൾ 1511 കിങ് ജെയിംസ് ബൈബിളിനെ പറ്റി, അല്ലെങ്കിൽ ഓതറൈസ്ഡ് വേർഷൻ ഓഫ് ബൈബിൾ എന്ന് വിളിക്കുന്ന 1611 1611 ബൈബിളിനെ പറ്റി നമ്മൾ മുൻപ് ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 1535 ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ കിങ് ജെയിംസ്, ഓപ്ഷൻ ബി കവർഡെയിൽ, ഓപ്ഷൻ സി ടിൻഡെയിൽ, ഓപ്ഷൻ ഡി പർവേ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മൈൽസ് കവർഡെയിൽ. ക്വസ്റ്റ്യൻ നമ്പർ 16. വിച്ച് ഡയലക്റ്റ് വാസ് യൂസ്ഡ് ബൈ വില്യം കാക്സ്റ്റൺ ഫോർ പ്രിൻറ്റിംഗ്? പ്രിൻറ്റിംഗ് പ്രസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം കാക്സ്റ്റൺ ആണ് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഏത് ഡയലക്റ്റാണ് ആ സമയത്ത് യൂസ് ചെയ്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ വെസ്റ്റ് മിഡ്ലാൻഡ്, ഈസ്റ്റ് മിഡ്ലാൻഡ്, കെൻറ്റിഷ് ആൻഡ് സെൻട്രൽ മിഡ്ലാൻഡ്. ദ റൈറ്റ് ആൻസർ ഈസ് ഈസ്റ്റ് മിഡ്ലാൻഡ്, ഓപ്ഷൻ ബി.
Question number 17. The remarkable changes in the pronunciation of vowels which took place during the transition from Middle English to Modern English are commonly referred to as. ഇപ്പോൾ മിഡിൽ ഇംഗ്ലീഷിൽ നിന്ന് മോഡേൺ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് വവൽസിൻ്റെ പ്രൊണൗൺസിയേഷൻ്റെ കാര്യത്തിൽ വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് ഇപ്പോൾ നമ്മുടെയൊക്കെ ബാച്ചിലുള്ള റെഗുലർ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ചറിയാം. നമ്മൾ ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിലും വീഡിയോ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ്: ഗ്രേറ്റ് വവൽ ഷിഫ്റ്റ്, കോൺസണന്റ് ഷിഫ്റ്റ്, അഡീഷൻ, മ്യൂട്ടേഷൻ. The right answer is option A, great vowel shift. Question number 18. The Old English period has been called the period of dash. Option A, leveled inflections. Option B, lost inflection. Option C, lessive inflection. Option D, full inflection. The right answer is option D, full inflection. ഇവിടെയും ഒരു പീരീഡിൽ ലാംഗ്വേജസിന് വന്നിട്ടുള്ള ഗ്രമാറ്റിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഫുൾ ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലക്ഷൻ വളരെ വ്യാപകമായിട്ടുണ്ടായിരുന്ന ഇൻഫ്ലക്ഷന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ടുള്ള ഒരു പീരീഡാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്ന് ഓർമ്മിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 19. ഇവിടെ ഒരു കോട്ടാണ്, നമുക്ക് ഇത് വായിക്കാം. ഹൗ ബാർബറസ്ലി we yet write and speak. Your Lordship knows, and I am sufficiently sensible in my own English. Whose words are these? ഇത് പറഞ്ഞിട്ടുള്ളത് ആരാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്ഷൻ എ ടെന്നിസൺ, ഓപ്ഷൻ ബി ഡ്രൈഡൻ, ഓപ്ഷൻ സി ജോൺസൺ, ഓപ്ഷൻ ഡി വേർഡ്സ്വർത്ത്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ജോൺ ഡ്രൈഡൻ്റെ വാക്കുകളാണിത്. ക്വസ്റ്റ്യൻ നമ്പർ 20. A proposal for correcting, improving and ascertaining the English tongue is the title of a letter by options Swift, Dryden, Tennyson and Dr. Johnson. The right answer is option A, Jonathan Swift. ഇത് സ്വിഫ്റ്റ് എഴുതിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ലെറ്ററാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ടിട്ട് എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ്. സ്വിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് സോഷ്യൽ ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുള്ള ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ അദ്ദേഹം നമുക്ക് ഒരു സറ്റൈറിസ്റ്റ് എന്ന നിലയിൽ പ്രസിദ്ധനാണ്. കാരണം ഗളിവേഴ്സ് ട്രാവൽസ് പോലെയുള്ള, ടെയിൽ ഓഫ് എ ടബ് പോലെയുള്ള ഒരുപാട് സറ്റൈർസ് എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ അതുകൂടാതെ സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഒരുപാട് ലെറ്റേഴ്സ് കൂടി അല്ലെങ്കിൽ പാംഫ്ലെറ്റ്സ് കൂടി എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോനാഥൻ സ്വിഫ്റ്റ് എന്ന് ഓർമ്മിക്കുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം എന്നും പറയുന്ന ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഈ MCQ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഞങ്ങളുടെ എനർജി നിങ്ങളുടെ പിന്തുണയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പിന്തുണ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ലിറ്റ്യൂർ അക്കാദമിയുടെ ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാൻ സാധിക്കാത്തവർ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഈ MCQ സീരീസ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.